Hey guys, good morning. Welcome back to my YouTube channel. അപ്പോൾ ഇന്നലെ രാത്രി വന്നിട്ട് ബന്ധത്തിട്ടുണ്ടായി വൈകിട്ട്. സോ വന്നപ്പാടെന്നെ കടന്നിട്ട് ഉറങ്ങിയിട്ട് രാവിലെ എണിച്ചിട്ട് ഉമ്മ തള്ളം കൂട്ടുന്നുണ്ടായി. പയ്യ ഇന്ന് ഉച്ചയ്ക്ക് എന്ത് സ്പെഷ്യലാക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഉമ്മ പറഞ്ഞ് മുരിങ്ങച്ചപ്പുണ്ട്, അതിൻ്റെ കറി വെക്കാം. അപ്പോൾ എനിക്ക് അത് ആ കറി എനിക്ക് ഫേവറേറ്റ്. അത് ഉമ്മ ഒന്ന് സ്പെഷ്യലാക്കുന്നു. അതിനെന്ത് പറഞ്ഞെങ്കിൽ ഇത് മുരിങ്ങ തോരാന്ന് പറയും, മുരിങ്ങ വറവ് അങ്ങനെ ആക്കുന്നു. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഇങ്ങനെ എല്ലാം എടുത്തിട്ട് ഈരിട്ട് ഒന്നൊന്നേ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കണം. ഇതിങ്ങനെ സെപ്പറേറ്റ് ആക്കണമെങ്കിൽ കുറേ പണിയുണ്ട്, മാത്രം കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെപ്പറേറ്റ് ആക്കി ഇത്രയായി. സോ ലെറ്റ്സ് ബിഗിൻ. ആദ്യമായിട്ട് നോർമൽ അരി അതിനെ വറുക്കണം. എന്നിട്ടായിട്ട് അതൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നത് വരെ വറുത്തിട്ടായിട്ട് അതിന് ചുവന്ന മുളകിടണം. മുളകിട്ടതിന് ശേഷം ചക്കക്കൂറ് കുത്തിയിട്ട് പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അത് തിളക്കുമ്പോൾ അതിന് ചക്കക്കൂറ് ഇട്ടിട്ട് നമ്മൾ ഈ ചപ്പിനെ ചന്ത പാങ്ങല വാഷാക്കിയിട്ട് അതിനെല്ലാം അതിനിടണം. എന്നിട്ടായിട്ട് റോസ്റ്റാക്കി വെച്ച അരിനെ ഒരു മിക്സ് ജാറിലിട്ടിട്ട് പൊടിയാക്കണം. അരി മുളകും എല്ലാം ഉണ്ടായതിനെ പൊടിയാക്കണം. എന്നിട്ടായിട്ട് ആ പൊടീനെ അതേ ചട്ടിയിലേക്ക് ഇടാം. പിന്നെ ഒരു തേങ്ങ ആടാക്കിയിട്ട് നല്ല പാങ്ങല മിക്സ് ആക്കണം. പിന്നെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് റെഡ് ചില്ലി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ടിട്ട് തൂമ്പിക്കണം. ആ തൂമ്പിച്ചതിനെ ആ ചട്ടിയിലൊക്കെ ഇട്ടിട്ടാകുമ്പോൾ കറി റെഡി. നെക്സ്റ്റ് ഫിഷ് പുളിമുഞ്ചി, അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടത് മുളക് പൊടി, പിന്നെ ഒരു ഹാഫ് ലെമൺ ആഡ് ആക്കുക. എന്നിട്ടായിട്ട് അത് കുറച്ച് കട്ടി കൺസിസ്റ്റൻസിൽ വരും. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ചിട്ടാകുമ്പോൾ അത് കുറച്ച് ലെവലാവും. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാകുമ്പോൾ നമ്മൾ മുളക് റെഡി. ദെൻ ഫിഷ് ഇട്ടിട്ട് മിക്സ് ആക്കുക. ഫുൾ മിക്സ് ആക്കിയിട്ടായിട്ട് അത് കുറച്ച് മാഗ്നറ്റ് ആകുമ്പോൾ വെക്കുക. അങ്ങനെ നമ്മൾ ഫിഷ് പുളിമുഞ്ചും റെഡിയായി ഗൈസ്. ലഞ്ച് ടൈം. ഇന്ന് മഴ ഉണ്ടായിട്ട്, ബട്ട് വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴ വരുന്നുണ്ടായി. It's so sweet, so tasty, yummy. രാത്രി ചോറ് വെച്ച് പിന്നെ കുറച്ച് ഇരുന്ന് റീൽസ് നോക്കി എഡിറ്റ് ആക്കാനെല്ലാം ഉണ്ടായി. സോ അതെല്ലാം കഴിഞ്ഞ്. പിന്നെ ഇല്ല ഗൈസ്, നിങ്ങളെ പോലെ നായിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഇങ്ങനത്തെ ഒരു വിളി വെച്ചാൽ മതി, പിന്നെ നായ വരില്ല, ഉറപ്പ്. ഗൈസ് അൽഹംദുലില്ലാ ഇന്ന് 10 days കംപ്ലീറ്റ് ആയി ഞാൻ ഡെയിലി വ്ളോഗ് ചാലഞ്ച് ആക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ആക്കിയിട്ടുണ്ട്, ഇനിയും നിങ്ങൾ സപ്പോർട്ട് വേണു ഇൻഷാ അല്ലാ. പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ക്വിറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി, ഒരു 5 days എല്ലാം കഴിഞ്ഞപ്പോൾ. സ്റ്റിൽ പിന്നെ എൻ്റെ മനസ്സിലായി ക്വിറ്റാക്കെങ്കിൽ ആയില്ല, കണ്ടിന്യൂ ആക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ മോട്ടിവേറ്റ് ആയിട്ട് സ്റ്റിൽ കണ്ടിന്യൂ ആക്കി. അപ്പോൾ ഇൻഷാ അല്ലാ ഇവിടെ വരെ എത്തി. അപ്പോൾ നമുക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എന്ത് സിറ്റുവേഷൻ വന്നെങ്കിലും ക്വിറ്റാക്കിക്കൂടാ, നമുക്ക് തന്നെ മോട്ടിവേറ്റ് ആയിട്ട് ലൈറ്റ്ലി ജലദോഷമായിട്ടുണ്ട് ഗൈസ്. സോ അപ്പോൾ ഗുഡ് നൈറ്റ്, ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ.